ദേ മാമനെ ഒരു 50,000 രൂപ അങ്ങോട്ട് തരും. ഇപ്പോഴല്ല, എല്ലാം കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാനുള്ളതെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ഡിസ്കഷനിലാ ഞാനിപ്പോ. നിങ്ങളായിട്ട് ജയിൽവാസം ഉറപ്പിച്ചു കൊടുത്ത എന്റെ അച്ഛൻ ഇപ്പൊ ഹോസ്പിറ്റലില. തെന്നി വീണെന്നാ പറഞ്ഞത്. പക്ഷേ ആരും അച്ഛൻ ആക്രമിച്ചതാ, അതെനിക്ക് ഉറപ്പാ. ക്രിമിനൽസിന്റെ കൂടെ കഴിയുമ്പോ ഇതൊക്കെ പതിവാ. സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുക്കാൻ വേണ്ടിയല്ലല്ലോ അച്ഛൻ ജയിലിൽ പോയത്. 2 പേരെ പച്ചയ്ക്ക് കത്തിച്ച് കൊന്നിട്ടല്ലേ. അനുഭവിക്കട്ടെ അപ്പോ. കൊള്ളാം, ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത അച്ഛൻ ക്രിമിനലാണെന്ന്. ചതിയും വഞ്ചനയും കാണിച്ച് ഒരു കുടുംബം നശിപ്പിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ മഹതി. അതേടി, ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ റാണിയുടെ സിംഹാസനത്തിൽ കഴിയുന്നുണ്ടെങ്കിലേ അത് എന്റെ ഒരാളുടെ കഴിവ് കൊണ്ട് മാത്രമാ. ജന്മം നൽകിയവരുടെ കണ്ണീന്ന് ചോര വരുത്തിക്കൊണ്ട് നേടിയെടുത്ത ഒരു സിംഹാസനത്തിലും ഒരു കാലത്തും ആരും ഉറച്ചിരുന്നിട്ടില്ല. ദേ മിണ്ടിപ്പോരുത് നീ, നാവർത്ത് മാറ്റി ഞാൻ. നിങ്ങൾ അതും ചെയ്യും. ഇതുവരെ ചെയ്യാത്തതിന്റെ കാരണവും എനിക്ക് നല്ല ബോധ്യമുണ്ട്. കൊട്ടാരത്തിലെ ആ മണിമാല അത് കയ്യിൽ കിട്ടുന്നത് വരെ ഞാനും എന്റെ അമ്മയും സുരക്ഷിതരായിരിക്കുമെന്ന് എനിക്കറിയാം. ആ മണിമാല കൊട്ടാരം ക്ഷേത്രത്തിലില്ലെന്ന് എനിക്കറിയാം. അതിപ്പോ എവിടെയുണ്ട്? ഏത്? അച്ഛൻ മോഷ്ടിച്ചോണ്ട് പോയി വിറ്റ മാലയോ? അത് തട്ടിയെടുക്കാനല്ലേ അച്ഛൻ തമ്പുരാനെയും തമ്പുരാട്ടിയും കൊന്നത്. നീ കളിയാക്കണ്ട. ആ മണിമാല അച്ഛൻ എടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അറിയാം. എന്നാ ആ അറിവും വെച്ചോണ്ട് ആകാശത്തോട്ട് നോക്കിയിരുന്നാ മതി. പുച്ഛമാണ് എനിക്ക് നിങ്ങളോട്, പരമ പുച്ഛം. അപ്പോഴേ ഈ അറ്റൻഡർ സാറും ഈ പെന്നേഴ്സും കൂടി ഈ ഭദ്രമാമൻ പറയുന്നത് അങ്ങ് കേൾക്കുന്നു. എന്താ അങ്ങനെയല്ലേ? ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ എങ്ങ് വിട്ടേക്ക്. എന്താ കുഞ്ഞുങ്ങളെ, ഭദ്രമാമൻ ഒരു കാര്യം പറയുമ്പോ അതൊന്ന് ചെയ്യണ്ടേ? ദേ വെറുതെ വേണ്ട, 50,000 രൂപ ഞാൻ തരാം. അങ്കിളെ, ഞങ്ങളെ വിട്ടേക്ക്. ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത്, അല്ലാതെ ആളുകളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല. കിടക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ എന്തോ ആദർശം. നല്ലതാ, നാട് നന്നാവൂലോ. അഖിലെ വാ, നമുക്ക് ഒരുപാട് ജോലിയുള്ളതാ. ഡോളിമോളെ ഒന്ന് നിക്ക്. നിന്റെ കെട്ടിയവനെ വിപിനെ അവരിപ്പോഴും മസ്കറ്റിൽ തന്നെയാണോ? ഈ യുദ്ധമൊക്കെ ഒരുവിധം ഒതുങ്ങിയല്ലേ? എന്നാലേ ഇനിയാണ് യുദ്ധം തുടങ്ങാൻ പോകുന്നത്. അതും ഇവിടെ ആഭ്യന്തര കലാപം. പുൽപ്പാറ സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നിന്നെയും ഈ അഖിലിനെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസ് പിടിച്ചായിരുന്നു അല്ലേ? ഇനിയിപ്പോ അത് ഞാനങ്ങളെ അറിഞ്ഞെന്നും ആര് പറഞ്ഞെന്നൊന്നും പറയാൻ വെക്കുന്നില്ല. കാര്യം ദേ ഈ ഭദ്രമാമൻ അത്രയ്ക്ക് ചെറ്റയൊന്നുമല്ല. ദേ എനിക്കൊരു ചെറിയ സഹായം അത് ചെയ്തു തന്നാൽ ഞാൻ പിന്നെ നിങ്ങളെ കാണാൻ പോലും കൊണ്ട് വരത്തില്ല. അങ്കിളെ അത് അറിയാം മോളെ, ഈ പണ്ടത്തെ അഴിഞ്ഞാടത്തിനൊക്കെ ഇപ്പോ ലിവിങ് ടുഗദർ എന്തോ ആയിക്കോട്ടെ, അതിപ്പോ പറയാം. അത് എനിക്ക് മനസ്സിലാവും. അല്ല, ഇപ്പോഴും നിന്റെ ഭർത്താവായ വിപിനെ പോലുള്ള പഴഞ്ഞമാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. എവിടെയെങ്കിലും ഒരു മരണം നടന്നാൽ അത് കൊലപാതകമാണോ എന്നറിയാനാ നാട്ടുകാർക്ക് കൗതുകം. പക്ഷെ ആ മരണം ഹോസ്പിറ്റലിൽ വെച്ചായാൽ അങ്ങനെ ചോദിക്കത്തില്ല. അതാ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത. ദേ മാമനെ ഒരു 50,000 രൂപ അങ്ങോട്ട് തരും. ഇപ്പോഴല്ല, എല്ലാം കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാനുള്ളതെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം.
ഇതൊരു ചെറിയ കാര്യമല്ലേ, ഒരു കോഴിക്കുഞ്ഞിനെ കൊല്ലുന്നത് പോലെ. ഇയാളിത് എവിടെ പോയി കിടക്കുക? മിക്കവാറും അത്താഴത്തിനുള്ള ആഹാരം എത്തിക്കുമ്പോഴേക്കും നേരം വിളക്കും. അതെ, ഇങ്ങനെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൂടി എടുത്തേക്ക്. വാപ്പോ, അയ്യോ ഒരു മിനിറ്റ്, അമ്മ ചമ്മന്തിപ്പൊടിയും കൂടെ കൊണ്ടുവരട്ടെ. താനൊരു ഭൂലോക തോൽവിയാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവേ. എന്ത് ബുദ്ധിമുട്ട്? ഇയാളെന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ ബുദ്ധിമുട്ടാനൊന്നുമില്ല. ഇയാള് വരുന്നെങ്കി വാ. ഓ, ചമ്മന്തി വന്നില്ലല്ലോ അല്ലേ? ഹലോ, ഇയാളെ ഈ വീട്ടിലെ ഡ്രൈവറാ, അല്ലാതെ എന്റെ കെട്ടിയനൊന്നും അല്ല. ഒരു അധികാരം കാണിക്കല്. ചിലതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹാ, ഒരാളെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചാ അതിനൊക്കെ മറ്റൊരു കണ്ണിലൂടെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശൂർപ്പണകകളാണ് നീയൊക്കെ. ശൂർപ്പണകയോ? ഓ, ആ പേരിപ്പോ വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അതിനേക്കാളും മുഴുത്ത പേരിട്ട് വിളിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഞാൻ വരുന്നില്ല, ഇയാള് പോയിട്ട് വാ. അയ്യോ, പെണങ്ങല്ലേ? പിണങ്ങും പിണങ്ങും പിണങ്ങും. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അല്ല, ഇയാള് മനഃപൂർവ്വം പറഞ്ഞതാ. അല്ല, സത്യം. പാവ അച്ഛൻ അവിടെ വിശന്നിരിക്കായിരിക്കും. ഇയാളാ രാത്രി ഭക്ഷണമായിട്ട് വരാൻ ആ പാവത്തിനോട് പറഞ്ഞത്. ഞാനാണോ പറഞ്ഞത്? ഞാനപ്പോ പറഞ്ഞു. പിന്നെ താൻ തന്നെയല്ലേ പറഞ്ഞത്. തനിക്കിപ്പോ ഓർമ്മയൊന്നുമില്ല. ഇങ്ങനെ പോയാ കുറച്ചു നാള് കഴിയുമ്പോ തന്റെ കാര്യത്തിൽ ഒരു ധാരണയാവും. അല്ല, തന്റെ പേരെന്ത്? അത് പിന്നെ ആ, ഇത് തന്നെ കുഴപ്പം. സ്വന്തം പേരെങ്കിലും തിരിച്ചറിഞ്ഞാ മതിയായിരുന്നു. ഈശ്വരാ, അതൊന്നും ആലോചിക്കാൻ കൂടി വയ്യ. വാ പോവാം. എടോ, അമ്മയും കൂടി വരുന്നെന്ന്. ആ, വരട്ടെ, നല്ലതല്ലേ. അത്ര നേരെങ്കിലും തന്റെ വാക്പ്രയോഗം എന്റെ നേരെ എടുക്കില്ലല്ലോ. ആന്റി വാ. നമ്മൾ ഒരുമിച്ച് പോകുന്നത് ഇവിടെ ആരും കാണണ്ട. ആ, അതാ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ ഫുഡുമായിട്ട് താഴെ ഔട്ട് ഹൗസിൽ പോയി നിൽക്ക്, ഞാൻ പുറകെ കാറാട്ടൊക്കെ വന്നേക്കാം. പിന്നെ യാത്ര ഒരുമിച്ച്. എങ്ങനെ ചെയ്യലേ?